ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിക്രം അങ്ങനെ ശ്രീകാന്തിനെ കാണാനായിട്ട് ശ്രീകാന്തിന്റെ വീട്ടിലേക്ക് വരികയാണ്. ഈ സമയത്ത് ദർശൻ അവിടെ വന്നിട്ട് തിരികെ പോകുക. അപ്പൊ വിക്രമിന്റെ വരവ് കാണുമ്പോൾ തന്നെ അറിയാം അത് പകരം ചോദിക്കാനാണ്. അപ്പൊ ദർശൻ പറയുന്നുണ്ട്, ചേട്ടൻ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങുന്നതിനൊരു തടസ്സമാവരുതിട്ട ഈ വരവ് എന്ന് പറഞ്ഞൊന്ന് ഉപദേശിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ ശേഷം വിക്രം പക്ഷെ കാര്യമൊന്നും ആക്കുന്നില്ല. വേഗം തന്നെ വീട്ടിലേക്ക് വരികയാണ് കേട്ടോ. ശ്രീകാന്തിന്റെ വീട്ടിലേക്ക് കയറി ചെല്ലാണ്. ശ്രീകാന്ത് ആണെന്നുണ്ടെങ്കിൽ പരിഹസത്തോടും പുച്ഛത്തോടും കൂടെയൊക്കെ ഇതിന് വിക്രത്തിനോട് സംസാരിക്കുന്നത്. വിക്രം ആണെന്നുണ്ടെങ്കിൽ ദേഷ്യം സഹിക്കാൻ പറ്റാണ്ട് നെഞ്ഞത്തേക്ക് ഒരു ആഞ്ഞ ചവിട്ടാണ് കേട്ടോ. ഒറ്റ ചവിട്ടിന് തന്നെ ശ്രീകാന്ത് തെറിച്ച് വീഴുന്നുണ്ട്. അപ്പോഴേക്കും ഒച്ചയും ബഹളമൊക്കെ കേട്ടിട്ട് വർഷയും മുത്തശ്ശിയും അതുപോലെ തന്നെ നമ്മളെ പത്മൊക്കെ വരുന്നുണ്ട്. വേദന അച്ഛൻ നാട്ടിലില്ല. അപ്പോൾ ഇവരൊക്കെ ഒന്നും കണ്ടിട്ട് ഇങ്ങനെ ആകെപ്പാടെ വിഷമിച്ച് നിൽക്കണം. അവരൊന്നും കാര്യം അറിഞ്ഞിട്ടില്ല. അങ്ങനെ അവരൊക്കെ കാര്യം അറിയാണ് ഇങ്ങനെ വിഷത്തിനെ കുടുക്കി എന്നുള്ളത്. അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട്, അതേടാ ഞാൻ കുടുക്കി തന്നെയാടാ, നിനക്ക് ഒരു പണി തരാൻ വേണ്ടിയിട്ട് തന്നെയാണ് ചെയ്തത്. നിനക്ക് രക്ഷിക്കാൻ പറ്റുന്നുണ്ട്, നിന്റെ ചേട്ടനെ രക്ഷിക്കാനൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, രക്ഷിക്കും, ചേട്ടനെ രക്ഷിച്ച് തന്നെ ഇരിക്കും, പക്ഷേ ഇതിന് ശേഷം നിനക്കൊരു പണി തരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് വിക്രം അവിടെ നിന്ന് തിരികെ പോരുന്നത്. പിന്നെ കാണിക്കുന്നത് വേദ ദർശനെ കാണുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചതിന് ശേഷം വേദ പറയുന്നുണ്ട്, ഈ ഒരു കേസിൽ എനിക്ക് വേണ്ടിയിട്ട് ദർശൻ വിശ്വേട്ടനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് കോടതിയിൽ ഹാജരാവണ്ടെന്ന് പറയും കേട്ടോ. പിന്നെ ആര് ഹാജരാവും എന്ന് പറയുമ്പോൾ വേദ ഒന്ന് പുഞ്ചിരിക്കുകയാണ്. കാരണം വേദ പ്രാക്ടീസ് തുടങ്ങിയല്ലോ. അപ്പോൾ വേദ തന്നെ ഈ ഒരു കേസ് വാദിക്കാനായിട്ട് കോടതിയിലേക്ക് എത്തുന്നു നമ്മളെ ദർശനോട് പറയാണ്. ഇത്രയാണ് പ്രമോല് കാണിച്ചിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.